Hello everyone, welcome to Math Magic. Question number 1 from exercise 2.6. Solve the following. First one, 8x minus 3 divided by 3x equal to 2. ആദ്യം നമുക്ക് ഡിവൈഡഡ് ബൈ 3xനെ RHSലോട്ടേക്ക് ട്രാൻസ്പോസ് ചെയ്യാം. അപ്പോൾ 8x മൈനസ് 3 ഈക്വൽ ടു ഡിവൈഡഡ് ബൈ 3x RHSലെത്തുമ്പോൾ ഇൻറ്റു 3x ആവും. 2 ഇൻറ്റു 3x 8x മൈനസ് 3 ഈക്വൽ ടു 2 ഇൻറ്റു 3x 6x. ഇനി 6xനെ LHSലോട്ടേക്ക് ട്രാൻസ്പോസ് ചെയ്യാം. 8x 6x LHSലെത്തിയാൽ മൈനസ് 6x ഈക്വൽ ടു മൈനസ് 3 RHSലോട്ടേക്ക് എത്തിയാൽ പ്ലസ് 3. 8x മൈനസ് 6x 8x നിന്ന് 6x പോയാൽ ബാക്കി 2x ഈക്വൽ ടു 3. ഇനി നമുക്ക് x ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ x ഈക്വൽ ടു 3 ഇൻറ്റു 2 RHSലെത്തിയാൽ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് കിട്ടി x ഈക്വൽ ടു 3/2. Question number 2, 9x divided by 7 minus 6x equal to 15. ഇതും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് LHSലെ ഡിനോമിനേറ്ററിനെ ആദ്യം RHSലോട്ടേക്ക് ട്രാൻസ്പോസ് ചെയ്യാം. അപ്പോൾ 7 മൈനസ് 6xനെ RHSലോട്ടേക്ക് ട്രാൻസ്പോസ് ചെയ്യാം. അപ്പോൾ 9x ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ 7 മൈനസ് 6x RHSലെത്തിയാൽ ഇൻറ്റു 7 മൈനസ് 6x. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് RHSലെ ബ്രാക്കറ്റ് സോൾവ് ചെയ്യാം. അപ്പോൾ 9x ഈക്വൽ ടു 15 ഇൻറ്റു 7 ഫസ്റ്റ് ചെയ്യാം. 15 ഇൻറ്റു 7 മൈനസ് 15 ഇൻറ്റു 6x ഈക്വൽ ടു 15 ഇൻറ്റു 7 എത്രയാണെന്ന് ആദ്യം നോക്കാം. 15 ഇൻറ്റു 7 5 7s are 35. അപ്പോൾ 5 ബാക്കി 3 7 1s are 7 7 plus 3 10. അപ്പോൾ ആൻസർ 105 മൈനസ് നെക്സ്റ്റ് 15 ഇൻറ്റു 6x. അപ്പോൾ അത് നമുക്ക് എന്ത് നോക്കാം. 15 ഇൻറ്റു 6 എത്രയാണെന്ന് നോക്കാം. 15 ഇൻറ്റു 6 5 6 are 30 ബാക്കി 3 6 1s are 6 6 plus 3 9. അപ്പോൾ ആൻസർ 90. അപ്പോൾ നമുക്ക് കിട്ടി 90x. അപ്പോൾ LHSൽ 9x. അപ്പോൾ നമുക്ക് കിട്ടി 9x ഈക്വൽ ടു 105 മൈനസ് 90x. നെക്സ്റ്റ് RHSലെ എക്സിൻ്റെ ടേം LHSലോട്ടേക്ക് ട്രാൻസ്പോസ് ചെയ്യാം. അപ്പോൾ 9x മൈനസ് 90x എന്താകും പ്ലസ് 90x ഈക്വൽ ടു 105. 9x പ്ലസ് 90x എത്ര വരും. 99x എന്ന് വരും. 99x ഈക്വൽ ടു 105. ഇനി നമുക്ക് എന്ത് ചെയ്യാം. x മാത്രം LHSൽ വെക്കാം. x ഈസ് ഈക്വൽ ടു 105 ഇൻറ്റു 99 RHSലെത്തിയാൽ ഡിവൈഡഡ് ബൈ 99. നമുക്ക് 105/99 ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 105 ഡിവൈഡഡ് ബൈ 99. രണ്ടിൽ കോമൺ ആയിട്ട് 3 ഉണ്ട്. അപ്പോൾ 3 3s are 9. അപ്പോൾ 3 3 33. അതുപോലെ 3 3s are 9. അപ്പോൾ 3 ബാക്കി 1 15. 15ൽ 3 5s are 15. അപ്പോൾ 5. അപ്പോൾ ആൻസർ കിട്ടി 35 ഡിവൈഡഡ് ബൈ 33 ഈക്വൽ ടു x ഈക്വൽ ടു 35 ഡിവൈഡഡ് ബൈ 33. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. x ഈസ് ഈക്വൽ ടു 35 ഡിവൈഡഡ് ബൈ 33. തേർഡ് ക്വസ്റ്റ്യൻ, z ബൈ z പ്ലസ് 15 ഈക്വൽ ടു 4/9. ഇവിടെ LHSലും RHSലും കംപ്ലീറ്റ് ഫ്രാക്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തിട്ട് വേണം ഇത് സോൾവ് ചെയ്യാൻ. അപ്പോൾ അതെങ്ങനെ ചെയ്യാം. LHSലെ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ ഇൻറ്റു RHSലെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ ഈക്വൽ ടു LHSലെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ ഇൻറ്റു RHSലെ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ. ഓക്കെ, അതായത് z ഇൻറ്റു 9 ഈക്വൽ ടു z പ്ലസ് 15 ഇൻറ്റു 4 എന്ന് വരും. നമുക്ക് എഴുതാം z into 9 equal to 4
ഇൻറ്റു സെഡ് പ്ലസ് 15. സെഡ് ഇൻറ്റു 9, 9z ഈക്വൽ ടു, ഇനി RHSലെ ബ്രാക്കറ്റ് സോൾവ് ചെയ്യാം. ആദ്യം 4 ഇൻറ്റു സെഡ്, 4 ഇൻറ്റു സെഡ് 4z പ്ലസ് 4 ഇൻറ്റു 15, 4 ഇൻറ്റു 15. നെക്സ്റ്റ് 9z ഈക്വൽ ടു 4z പ്ലസ് 15 ഇൻറ്റു 4 എത്ര എണ്ണാക്കാം, 15 ഇൻറ്റു 4, 5 4s are 20, 0, ബാക്കി 2, 4 1s are 4, 4 plus 2 6. അപ്പോൾ ആൻസർ 60. നെക്സ്റ്റ് RHSലെ സെഡിൻ്റെ ടേം LHSലോട്ടേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നത്. അപ്പോൾ 9z മൈനസ് 4z ഈക്വൽ ടു 60. 9z മൈനസ് 4z 5z ഈക്വൽ ടു 60. നെക്സ്റ്റ് z ഈക്വൽ ടു 60 ഇൻറ്റു 5, RHSലെത്താൻ ഡിവൈഡഡ് ബൈ 5. 60 ഡിവൈഡഡ് ബൈ 5 എത്ര എണ്ണാക്കാം, 60 ഡിവൈഡഡ് ബൈ 5, 5 1s are 5, 1, 1 ഇൻറ്റു 5 5, 6 മൈനസ് 5 1, 0, താഴ്ത്തിയിട്ട് 2 5s are 10, അപ്പോൾ 2 ഇൻറ്റു 5 10, 10 മൈനസ് 10 0. അപ്പോൾ ആൻസർ 12. അപ്പോൾ നമുക്ക് കിട്ടി z ഈസ് ഈക്വൽ ടു 12. ക്വസ്റ്റ്യൻ നമ്പർ 4, 3y പ്ലസ് 4 ഡിവൈഡഡ് ബൈ 2 മൈനസ് 6y ഈക്വൽ ടു -2/5. ഇവിടെ LHSലും RHSലും കംപ്ലീറ്റ് ഫ്രാക്ഷൻസ് ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാൻ എന്ത് അപ്ലൈ ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, ആദ്യം എന്ത് ചെയ്യുക, 5 ഇൻറ്റു 3y പ്ലസ് 4 ഈക്വൽ ടു -2 ഇൻറ്റു 2 മൈനസ് 6y. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം 5 ഇൻറ്റു 3y പ്ലസ് 4 ഈക്വൽ ടു -2 ഇൻറ്റു 2 മൈനസ് 6y. നെക്സ്റ്റ് നമുക്ക് LHSലെയും RHSലെയും ബ്രാക്കറ്റ് സോൾവ് ചെയ്യാം. ആദ്യം 5 ഇൻറ്റു 3y, 5 ഇൻറ്റു 3y പ്ലസ് നെക്സ്റ്റ് 5 ഇൻറ്റു 4, 5 ഇൻറ്റു 4 ഈക്വൽ ടു, ഇവിടെ ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള നമ്പർ നെഗറ്റീവാണ്, അപ്പോൾ നമ്മൾ സൈൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം 2 ഇൻറ്റു 2, 2 ഇൻറ്റു 2, അപ്പോൾ പുറത്തുള്ളത് നെഗറ്റീവ്, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ പോസിറ്റീവ്, അപ്പോൾ എന്തൊരു -2 ഇൻറ്റു 2. ഓക്കെ, അടുത്തത് 2 ഇൻറ്റു 6y, 2 ഇൻറ്റു 6y. ഇനി സൈൻ നോക്കാം. സൈന് പുറത്തുള്ളത് നെഗറ്റീവ്, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് നെഗറ്റീവ്, അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താകും, പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ എന്തോന്നും പോസിറ്റീവ് 2 ഇൻറ്റു 6y എന്നായി. ഓക്കെ, 5 ഇൻറ്റു 3y 15y പ്ലസ് 5 ഇൻറ്റു 4 20 ഈക്വൽ ടു -2 ഇൻറ്റു 2 -4 പ്ലസ് 2 ഇൻറ്റു 6y 12y. നെക്സ്റ്റ് RHSലെ വൈൻ്റെ ടേം LHSലോട്ടേക്ക് ട്രാൻസ്പോസ് ചെയ്യുക. അപ്പോൾ 15y പ്ലസ് 12y എന്തായി, -12y ഈക്വൽ ടു -4 പ്ലസ് 20 -20y. അപ്പോൾ 15y മൈനസ് 12y 3y ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യണം, -4 -20 എത്രയാണ് നോക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യത്തെ നമ്പർ അതുപോലെ എഴുതി, -4 മൈനസ് എന്നുള്ളത് പ്ലസ് ആയി, പോസിറ്റീവ് 20 എന്താകും, -20. -4 പ്ലസ് -20 എങ്ങനെ ചെയ്യുക, രണ്ടും ആഡ് ചെയ്തിട്ട് സൈനിൽ നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 4 + 20 24, അപ്പോൾ -24. അപ്പോൾ നമുക്ക് കിട്ടി -24. ഇനി y കാണേണ്ടത്, അപ്പോൾ y ഈസ് ഈക്വൽ ടു -24 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 3. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാം. 3 1s are 3, അപ്പോൾ 1, 3 8s are 24, അപ്പോൾ 8. സൈൻ നെഗറ്റീവ്, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി y ഈസ് ഈക്വൽ ടു -8. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, 7y പ്ലസ് 4 ഡിവൈഡഡ് ബൈ y പ്ലസ് 2 ഈക്വൽ ടു -4/3. ഇവിടെ LHSലും RHSലും കംപ്ലീറ്റ് ഫ്രാക്ഷൻ ആണുള്ളത്. അപ്പോൾ സോൾവ് ചെയ്യാൻ നമുക്ക് എന്താ അപ്ലൈ ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തിട്ട് എഴുതാം. ഫസ്റ്റ് 3 ഇൻറ്റു 7y പ്ലസ് 4 ഈക്വൽ ടു -4 ഇൻറ്റു y പ്ലസ് 2. നെക്സ്റ്റ് നമുക്ക് ബ്രാക്കറ്റ് സോൾവ് ചെയ്യാം. ആദ്യം 3 ഇൻറ്റു 7y, 3 ഇൻറ്റു 7 21, അപ്പോൾ 21y പ്ലസ് നെക്സ്റ്റ് 3 ഇൻറ്റു 4, 3 ഇൻറ്റു 4 12 ഈക്വൽ ടു, ഇവിടെ ബ്രാക്കറ്റിൻ്റെ പുറത്ത് നെഗറ്റീവ് സൈനാണ്, അപ്പോൾ
നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈനും കൂടി ശ്രദ്ധിക്കണം. -4 ഇൻറ്റു വൈ -4. നെക്സ്റ്റ് -4 ഇൻറ്റു +2. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ്. അപ്പോൾ -8. ഇനി നമുക്ക് RHSൽ വൈൻ്റെ ടേം LHSലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ 21y -4y എന്താകും +4y = -8 + 12 എന്തായി -12. 21y + 4y 25y = -8 - 12 എത്രയാണെന്ന് നോക്കാം. -8 - 12. ആദ്യത്തെ നമ്പർ അതുപോലെ എഴുതാം. -8 മൈനസ് പ്ലസ് ആയി +12 -12. അപ്പോൾ 12 8 ആഡ് ചെയ്യുക, നെഗറ്റീവ് സൈൻ കൊടുക്കുക. അപ്പോൾ 12 + 8 20. അപ്പോൾ ആൻസർ -20. അപ്പോൾ y = -20 ഇൻറ്റു 25 RHSലെത്തി / 25. അപ്പോൾ -20/25. 20/25 ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 5 കൊണ്ട് ചെയ്താൽ 5 5s are 25. അപ്പോൾ ഡിനോമിനേറ്ററിൽ 5. ഇനി 5 4s are 20. അപ്പോൾ ന്യൂമറേറ്ററിൽ 4. സൈൻ നെഗറ്റീവ്. അപ്പോൾ -4/5 = -4/5. അപ്പോൾ നമുക്ക് കിട്ടി y = -4/5.